ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ്. ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മളിപ്പോൾ. ദേവിട്ട നമ്മ എവിടെ പോന്നേ? ലാസ്റ്റ് വരെ വീഡിയോ നോക്കിയാലേ നമ്മ പറയുമല്ലേ. ഓക്കേ. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്ന് നമ്മളതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ദേവൂട്ടനും വേദൂട്ടനും ട്രെയിൻ ജേണി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നത് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ ആലപ്പുഴയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ 2 കുട്ടികളുണ്ട്. അവരെ നോക്കിക്കൊണ്ട് ഇവർ ഇരുന്നു. ദേവൂട്ടന് വിശക്കുന്നല്ലേ നല്ലോണം. ഇപ്പോൾ ട്രെയിനിൽ കയറിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ ദേവൂട്ടൻ എന്ത് തിന്നത്? ചപ്പാത്തി തിന്നുന്നത്. അപ്പം നമ്മൾ മാവേലി എക്സ്പ്രസ്സിൽ B4 കോച്ച് AC 3 ടയർ B4ലാണുള്ളത്. അപ്പോൾ ദേവട്ടൻ എന്ത് തിന്നുന്നത് ഇപ്പോൾ? ചപ്പാത്തി കറി അല്ലേ? ചപ്പാത്തി കാണിച്ചു നേരം എല്ലാവർക്കും. വെച്ച് പറ ചേട്ടാ ഇല്ലേ? പിന്നെ വെളുപ്പൊന്നും അറിയല്ലേ. അതെ, ഇപ്പം നമ്മ മാറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ ദേവൂട്ടനും വേദൂട്ടനും എൻ്റെ അതേ സ്വഭാവം കിട്ടിയ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഇങ്കുരുവിനെ ഞാൻ കടത്തി. പക്ഷെ ഇങ്കുരു ഉറങ്ങുന്നില്ല. എല്ലാവരും ശബ്ദവും കേട്ടിട്ട് പിങ്കുറിനെ അടിച്ചത്. കുത്തം കെട്ടത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉറങ്ങുന്നില്ല. എന്തോ സെക്കൻഡ് ഉണ്ട്. പുറത്ത് വരാൻ വരുന്നു. എല്ലാവരും ശബ്ദം കേട്ടിട്ട് ഉറങ്ങുന്നില്ല. ദേവൂട്ട നമ്മളെ ട്രെയിൻ യാത്ര എങ്ങനെയുണ്ട്? അടിപൊളി. ദേവൂട്ട ഫുള്ള് തീറ്റ തന്നെയാണ് അല്ല ദേവൂട്ട? എന്ത് ഇനിയിപ്പോ എന്തിനാ എൻ്റെ അടുത്ത് വന്നത്? ഇപ്പൊ എന്തിനു വന്നതേ വിട്ടാ? ഇപ്പൊ എന്തിനു വന്നേ? വേദൂട്ട വേദൂട്ട വേദത്തി വേദൂട്ട ഭയങ്കര കളിയാണ് കേട്ടോ. ഉറങ്ങാൻ വരെ സമ്മതിക്കുന്നില്ല കള്ളൻ. എല്ലാരും സൗണ്ട് കേട്ടിട്ട് ഭയങ്കര കളിയാണ്. ഞാൻ മനുഷ്യത്തിന് നേരെ മുകളിലില്ല ഈ സീറ്റാണ് മനുഷ്യട്ടുള്ളത്. ഇപ്പൊ ദേവൂട്ടനെ എവിടെയാണ് കിടക്കുന്നത്? ദേവൂട്ടൻ അച്ഛൻ്റെ അടുത്താണ് കിടക്കുന്നത് അല്ലേ? ദേവൂട്ട അച്ഛൻ്റെ അടുത്താണ് കിടക്കുന്നത്. അപ്പൊ നമ്മ ഫുഡെല്ലാം കഴിച്ചു. ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചു. ഉറങ്ങുന്നില്ലേ? ദേവുട്ടൻ മുകളിൽ കിടന്നല്ലേ? മുകളിൽ കിടന്നത്
അല്ല ദേവട്ടാ, നീ മുകളിൽ കിടന്നല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കെല്ലാം? എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കെല്ലാം? എന്ത് വെച്ച് പറ. അടിപൊളി. എന്താ അടിപൊളി? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടെയാണ് ഉള്ളത് എന്ന്. അതേ നമ്മൾ അങ്ങനെ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇനി നമുക്കുള്ള അടുത്ത പണി എന്ന് വെച്ചാൽ റൂം തേടി പോവുക എന്നതാണ്. നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ റൂംസൊക്കെ ഏകദേശം ഫുള്ളായിരുന്നു. അപ്പം നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിയത് രാജധാനി ഹോട്ടലിലാണ്, ഹോട്ടൽ റൂമിലാണ്. അപ്പോൾ അവിടെ ഫുള്ളായിരുന്നു. അപ്പം നമ്മൾ അവിടം വരെ ഒന്ന് പോയി നോക്കിയാണ്. ചിലപ്പം ആരെങ്കിലും വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങിയെങ്കിൽ അപ്പോൾ അവരുടെ ആ റൂം നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ വെച്ച് നമ്മൾ പോവുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെയാണ് ഈ ഒരു ഹോട്ടൽ റൂം വരുന്നത്. അപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞു ഒരാൾ വെക്കേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആ റൂം തരാമെന്ന്. അത് ഭയങ്കര സന്തോഷമായി. ഇനി കുട്ടികളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട റൂം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സൈൻ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ എല്ലാ ഹോട്ടലും കാണുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ വേദുട്ടനൊക്കെ ഭയങ്കര ടയേർഡായിട്ടുണ്ട്. അതിന് ഭക്ഷണം കൊടുക്കണം അവർക്ക് രണ്ടുപേർക്കും, വേദുട്ടനും ദേവുട്ടനും. അങ്ങനെ ഞങ്ങൾ റൂമിൽ സെക്കൻഡ് ഫ്ലോറാണ്. അപ്പോൾ സെക്കൻഡ് ഫ്ലോർ 103 റൂം നമ്പർ. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പാടെ നമുക്ക് കാണുന്ന ഒരു വലിയ കണ്ണാടിയാണ്. ശരിക്കും രാജകീയ പ്രൗഢി തോന്നിക്കുന്ന ആ ഒരു കണ്ണാടിയാണ് ഇവിടെ കണ്ടത്. പിന്നെ റൂമിലേക്ക് പോവുകയാണ് ഞാനിപ്പോൾ. 103 നമ്പർ റൂം രാജധാനി ഹോട്ടലിലത്തെ. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ബാത്റൂമാണ്. നമ്മൾ ഡോർ തുറന്നപാട് കാണുന്ന ഒരു ബാത്റൂമാണ്. അത് ഞാൻ കാണിച്ചില്ല വീഡിയോയിൽ. പിന്നെ ഒരു നല്ല കംഫർട്ടബിളായിട്ടുള്ള ഒരു കംഫി ആയിട്ടുള്ള ബെഡും പിന്നെ നല്ലൊരു വാർഡ്രോബും പിന്നെ ഒരു ചെറിയൊരു ഫ്രിഡ്ജും ഉണ്ട്. അത് അപ്പുറം സൈഡിൽ താഴെയാണ്, ആ ഒരു ടേബിളിന് താഴെയായിട്ട് കണ്ടില്ലേ, അവിടെയാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം ഫ്രിഡ്ജ് നേരെ. ദേവുട്ടൻ എങ്ങനെ അടുത്തേക്ക് എത്തി? ദേവുട്ട കൊല്ലൂര് അനന്തപുരിയുടെ മണ്ണിൽ ട്രിവാൻഡ്രം. എടാ ദേവുട്ടനെ വിശക്കുന്നുണ്ടല്ലേ? ഇവിടുത്തെ ഡസ്റ്റ്ബിൻ ഉണ്ട്. പിന്നെ ഒരു ഇത് എന്തെന്ന് സംഭവം കേട്ടോ, ലഗേജാ നോക്കട്ടെ. ഇത് ലഗേജൊക്കെ വെക്കാം വീട്ടില്. പിന്നെ ഇവിടെ പിന്നെ ചായ ഉണ്ട്, ചായപ്പൊടി ഉണ്ട്, പഞ്ചസാരയുണ്ട്. പിന്നെ ഇത് ഒരു ചായ ഉണ്ടാക്കുന്ന കെറ്റിലുണ്ട്. ഇതാണ് ഫ്രിഡ്ജ് കേട്ടോ, ഗോദ്രേജിൻ്റെ ആണ്. അത് തുറക്കതേ കേട്ടോ, ഓപ്പൺ ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്യേണ്ടത്. അത് വലിക്കുക. അങ്ങനെ കുളിച്ച് ഫ്രഷായി നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അമ്പലത്തിനുള്ളിലേക്ക് ഫോൺ അതുപോലെ തന്നെ പിന്നെ ബാഗ്സ് അതൊന്നും അമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കരുത്. അപ്പോൾ അത് ഒരു ക്ലോക്ക് റൂം എന്ന് വെച്ചിട്ടൊരു റൂമുണ്ട്, അവിടെ കൊടുക്കുക, ഏൽപ്പിക്കുക. എന്നിട്ട് ആ ഒരു റെസിപ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാം. എന്നിട്ട് നമ്മൾ പേഴ്സ് കൊണ്ടുപോകാം, ചെറിയൊരു പേഴ്സ് കൊണ്ടുപോകാം. എന്നിട്ട് അത് നമ്മൾ ആ പേഴ്സിൽ സൂക്ഷിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഒരു റെസിപ്റ്റ് കാണിച്ച് നമുക്ക് ബാഗും മൊബൈൽ ഫോൺസൊക്കെ അവിടെ നിന്ന് കിട്ടുന്നതാണ്.
അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു, പ്രസാദമൊക്കെ വാങ്ങിച്ചു. ശരിക്കും എന്ത് ഭംഗിയായിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ടും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഭയങ്കര എന്തോ ഒരു പ്രത്യേക രോമാഞ്ചമാണ് നമുക്ക് വരിക. ഇത് നമ്മൾ തൊട്ടടുത്തുള്ള നമ്മൾ റൂമിന് തൊട്ടടുത്തുള്ള കോഫി ഹൗസിലൊക്കെ പോയിട്ട് നമ്മൾ ആഹാരം കഴിച്ചു. കഴിഞ്ഞു. ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ. കുറച്ച് വീഡിയോ എടുത്തിന്. പിന്നെ അതിനകത്തേക്ക് പോകുമ്പോൾ പിന്നെ നമ്മളെ ലഗേജസും മൊബൈൽസും പിന്നെ അതൊക്കെ അവിടെ ഒരു സ്റ്റോർ ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ദർശനമൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ ചായയൊക്കെ കുടിച്ച് റൂമിലേക്ക് എത്തി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് കൂടി പോകുന്നുണ്ട്. അപ്പോൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ, ടേക്ക് കെയർ, ടാറ്റാ.